Hello students, let us see the next topic, that is static 7-segment displays. Suppose we want to use a module to display a single character. Let us think of a scenario wherein the number to be displayed is sent from 8051 through 8255 to the display module. We just send the code, that is called the 7-segment code, corresponding to the segments of the LED. This code gives information as to which of the segments are to be lighted up for the display of a specific character. Okay, അപ്പോൾ അതായത് ഇവിടെ നമുക്കൊരു സിംഗിൾ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സപ്പോസ് ഇപ്പോൾ ഒരു നമ്പർ അതായത് ഡിസ്പ്ലേ ചെയ്യണം 8051 നിന്ന് അത് ഒരു ഡിസ്പ്ലേ മൊഡ്യൂളിലേക്ക് സെൻഡ് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സെൻഡ് ദ കോഡ് കറസ്പോണ്ടിങ് ടു ദ സെഗ്മെൻറ്റ്സ് ഓഫ് ദ LED. ആ കോഡ് സെൻഡ് ചെയ്യും. ആ കോഡ് ഈ ഒരു കോഡാണ് ഇറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ ആസ് ടു വിച്ച് സെഗ്മെൻറ്റ്സ് ആർ ടു ബി ലൈറ്റഡ് അപ്പ്, അതായത് ഏത് സെഗ്മെൻ്റാണ് ലൈറ്റ് അപ്പ് ആവേണ്ടത് ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേ ആവണമെങ്കിൽ. സപ്പോസ് വി യൂസ് ഓൺലി 1 digit ഡിസ്പ്ലേ മൊഡ്യൂൾ. ഓക്കെ, if it is a common cathode type, we ground the common cathode, then we send the 7-segment code directly to activate the required segments. This causes some of the segments to be on, some of to be off. Okay, either way, as long as the display is on, the module draws its required current from the power source. This may be in the range of 5 to 30 milliampere for a single segment to be lighted up. The display is on all the time and hence it is called static display. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് സ്റ്റാറ്റിക് 7-segment ഡിസ്പ്ലേ എന്നാണിപ്പം പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ സപ്പോസ് ഒരു ഡിജിറ്റ് ഡിസ്പ്ലേ മൊഡ്യൂളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കോമൺ കാത്തോഡ് ആണെങ്കിൽ വി ഗ്രൗണ്ട് ദ കോമൺ കാത്തോഡ്, അതായത് എല്ലാ കാത്തോഡ്സും ഗ്രൗണ്ട് ചെയ്ത് കോമണായി എടുത്ത് ഗ്രൗണ്ട് ചെയ്യും. ആൻഡ് 7-segment അതിന് ശേഷമാണ് 7-segment കോഡ് ഡയറക്റ്റ്ലി കൊടുക്കുന്നത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് സം സെഗ്മെൻറ്റ്സ് ഓൺ ആവും, അതുപോലെ തന്നെ സം സെഗ്മെൻറ്റ്സ് ഓഫ് ആവും. അതുപോലെ തന്നെ ആസ് ലോങ് ആസ് അതായത് ഡിസ്പ്ലേ ഓൺ ആവുന്ന സമയം എന്തായാലും മൊഡ്യൂൾ വിൽ ഡ്രോ ദ റിക്വയർഡ് കറണ്ട്, അതായത് പവർ സോഴ്സിന് കറണ്ട് ഡ്രോ ചെയ്യും. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് കറണ്ട് റേഞ്ച് എന്ന് പറയുന്നത് 5 to 30 milliampere ആണ് സിംഗിൾ സെഗ്മെൻറ്റ് ടു ബി ലൈറ്റഡ് അപ്പ്. ഓക്കെ, ആൻഡ് ഡിസ്പ്ലേ ഈസ് ഓൺ ഓൾ ദ ടൈം, അതുകൊണ്ട് സ്റ്റാറ്റിക് ഡിസ്പ്ലേ ആണ്. സപ്പോസ് വി നീഡ് an 8 digit display. If we use the same kind of static display, the current drawn is multiplied by 8 and this becomes quite a large amount. Okay, so this gives a value of 1.4 ampere, which is much too large for an electronic circuit. For this reason, static displays are not preferred for multiple digit displays. അതായത് ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ, അതായത് ഒരു ഡിജിറ്റ് ആണെങ്കിൽ ആ ഒരു 5 to 30 milliampere കറണ്ട് മാത്രമേ ഡ്രോ ചെയ്യുന്നുള്ളൂ, അതിന് ആവശ്യം വരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ 8 digit ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ വിചാരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാറ്റിക് ഡിസ്പ്ലേയിൽ എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഓൺ ആണ് എപ്പോഴും ഓൾ ദ ടൈം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാറ്റിക് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ 8 digit ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇതെന്ന് പറയുന്നത് കറണ്ട് ഡ്രോൺ ശരിക്കും മൾട്ടിപ്ലൈഡ് ബൈ 8 ആവും. ഓക്കെ, സോ അപ്പോഴത് വലിയൊരു കറണ്ട് വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് 1.4 ampere വരെ കറണ്ട് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ടു ലാർജ് ഫോർ ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട്. ഓക്കെ, ഫോർ ദിസ് റീസൺ സ്റ്റാറ്റിക് ഡിസ്പ്ലേസ് ആർ നോട്ട് പ്രിഫേർഡ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് ഡിസ്പ്ലേസ് ഇവിടെ പ്രിഫർ ചെയ്യുന്നില്ല. നൗ ലെറ്റ് us see the dynamic display. That is, when there is an array of digit display units, say 8 7-segment LEDs arranged in digit form in a row, a continuous display can be obtained by lighting up just one digit at a time. The next instant this digit is switched off, the next one is lighted up. This is done continuously and cyclically from the digits 1 to 8 and repeated at a rapid rate. Because of the property of persistence of vision of the eyes, an illusion of continuous display is obtained. This is also called multiplex display. അതായത് ഡൈനാമിക് ഡിസ്പ്ലേയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ 1 digit കൂടുതൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പം ഒരു ആറേ ആണെങ്കിൽ സേ 8, അതായത് 8 7-segment LEDs അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു റോല്. ഓക്കെ, കണ്ടിന്യൂസ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഓരോ സമയത്തും ഓരോ ഡിജിറ്റാണ് ലൈറ്റപ്പ് ആവുന്നത്. സോ നെക്സ്റ്റ് ഇൻസ്റ്റൻസ്, അതായത് ഒരു ഇൻസ്റ്റൻസിൽ ഒരു ഡിജിറ്റ് ഓൺ ആവും, പിന്നെ നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റിൽ ആ ഡിജിറ്റ് ഓഫായി വീണ്ടും നെക്സ്റ്റ് ഡിജിറ്റ് ലൈറ്റഡ് അപ്പ് ആവും. ഓക്കെ, ആൻഡ് അത് കണ്ടിന്യൂസ്ലി അത് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് 1 to 8 അത് റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്പ്ലേ ആവും.
now നമ്മൾ അതായത് നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു കണ്ടിന്യൂസ് ഡിസ്പ്ലേ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ഓൾസോ കോൾഡ് എ മൾട്ടിപ്ലെക്സ് ഡിസ്പ്ലേ. Now here in this case the important points to be noted are: common anode or cathode of a digit is to be activated for a digit to be active. At a time only the segments of one digit are on. After a specified delay this digit is switched off and segments of next digit are on. Information displayed here is different from that of the previous case. Thus for display multiplexing consecutive digits should be switched on in a cyclic fashion and for each digit the segment information should be supplied. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡൈനാമിക് ഡിസ്പ്ലേയിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് കോമൺ ആനോഡ് ആണെങ്കിലും കാത്തോഡ് ആണെങ്കിലും ഒരു ഡിജിറ്റ് ഇറ്റ് ഈസ് ടു ബി ആക്ടിവേറ്റഡ് ഫോർ എ ഡിജിറ്റ് ടു ബി ആക്റ്റീവ്, അതായത് അവരിത് ആക്ടിവേറ്റ് ആവണം. പിന്നെ അതുപോലെ തന്നെ ഓൺലി സെഗ്മെൻറ്റ്സ് ഓഫ് വൺ ഡിജിറ്റ് ആർ ഓൺ, ഒരു സമയത്ത് അറ്റ് എ ടൈം. ഓക്കെ, ഒരു ഡിജിറ്റിൻ്റെ സെഗ്മെൻറ്റ് മാത്രമാണ് ഓൺ ആവുന്നത്. ആൻഡ് ആഫ്റ്റർ എ സ്പെസിഫിക് ഡിലേ ഡിജിറ്റ് സ്വിച്ച്ഡ് ഓഫ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഡിജിറ്റ് ഓൺ ആവും. അങ്ങനെ അപ്പോൾ then അതുപോലെ തന്നെ for displaying multiplexing consecutive digits should be switched on in a cyclic fashion and for each digit the segment information should be supplied. Okay, now dynamic display നമ്മൾക്ക് ഈ ഫിഗറിൽ നോക്കാൻ പറ്റും. അതായത് this is an 8-digit display of the common cathode type. Ports of the 8255 are used in such a way that port A supplies the digit information, port B supplies the segment information. ഇവിടെ നമുക്ക് ആക്ച്വലി 8255 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പോർട്ട് എയും പോർട്ട് ബി ആയിട്ടും പറയാം. പക്ഷേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 8051 ആണ്. ഓക്കെ, ഇനി 8051 നമുക്കറിയാം ഇൻബിൽറ്റ് തന്നെ പോർട്ട്സ് അവൈലബിൾ ആണ്. സോ പോർട്ട് 1 ദാറ്റ് ഇസ് പോർട്ട് 2 പോർട്ട് 3 അങ്ങനെ അവൈലബിൾ ആണ്. സോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പോർട്ട് 2 ആൻഡ് പോർട്ട് 1 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ ഡിജിറ്റ് ഡ്രൈവിംഗ് ലോജിക്. So segment driving logic will be provided from port 2. Okay, so adana 8-digit dynamic display connecting to the two ports of 8051. Okay, so 8051 ആണ്.